മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞം പരിപാടിയുടെ ഭാഗമായി അയലൂർ, നെല്ലിയാമ്പതി, നെന്മാറ പഞ്ചായത്ത്, നെല്ലിയാമ്പതി വനം റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതിപ്പെട്ടി സ്ഥാപിച്ചു. ഒക്ടോബർ 30 വരെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല പരാതിപ്പെട്ടി സ്ഥാപിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം, കാട്ടാന, മാൻ, കാട്ടുപന്നി, കുരങ്ങ്, മയിൽ, മലയെണ്ണാൻ തുടങ്ങി വന്യജീവി ശല്യം നേരിടുന്ന പ്രദേശവാസികൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ പരാതി നൽകാനുള്ള പ്രവർത്തനമാണിത്. മലയോര ജനതയ്ക്ക് പ്രത്യേക കരുതലെന്ന നിലയ്ക്കാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരാതി സ്വീകരിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടി തുടങ്ങിയത്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം മുതൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഏതുതരം പരാതിയും പൊതുജനത്തിന് സ്വീകരിക്കുമെന്ന് വനം റേഞ്ച് ഓഫീസർ ഷെരീഫ് പറഞ്ഞു. സെപ്റ്റംബർ 16 തീയതി മുതൽ ഒക്ടോബർ 30 വരെയുള്ള കാലഘട്ടത്തിലായിട്ട് വന്യജീവി സംഘർഷവും ലഘൂകരണ തീവ്രയജ്ഞവും സംസ്ഥാനത്തുടനീളം വനം വകുപ്പ് നടത്തുകയാണ്. വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള പഞ്ചായത്തുകളിൽ പരാതിക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസുകളിലോ റേഞ്ച് ഓഫീസുകളിലോ ഈ അവരുടെ പരാതികൾ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികളും സ്വീകരിച്ച് അവ തീർപ്പാക്കേണ്ട തലങ്ങളിൽ തീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലെ ജനങ്ങളെ പരമാവധി ഈ പ്രയോജനം ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നെല്ലിയാമ്പതി പഞ്ചായത്ത്, നെന്മാറ പഞ്ചായത്ത്, അയലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പഞ്ചായത്ത് തല മീറ്റിങ്ങുകൾ നമ്മൾ വെച്ചു കൂട്ടുകയുണ്ടായി. ഈ പരാതിപ്പെട്ടികൾ വനംവകുപ്പ് ജീവനക്കാർ അവിടെ ഉണ്ടാവും. പഞ്ചായത്തുകളിൽ അവരുടെ പരാതികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.